ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉച്ച തിരിഞ്ഞിട്ടേ ഈസ്റ്റോട്ടിലൊന്ന് കറങ്ങാൻ ഓണമൊക്കെ അല്ലേ, അപ്പം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ച് ഞാനും മോളും കൂടെ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇവിടെ ആലപ്പാട്ടൊക്കെ ഉണ്ടല്ലോ, ആലപ്പാട്ടും രാജധാനി ഹോട്ടലൊക്കെ അതിൻ്റെ അടുത്തൊരു കടയിലാണ് മോള് ഫസ്റ്റായിട്ട് കയറി. ഷൂട്ടിനൊക്കെ മോൾക്ക് സാരിയൊക്കെ മേടിക്കണമായിരുന്നു, ഓണത്തിനൊക്കെ സെറ്റ് സാരിയൊക്കെ നോക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഷോപ്പിൽ കയറി നോക്കി. എനിക്ക് അധികം ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് പുതിയ രീതിയിലുള്ളത് ഈ സാരിയൊന്നും എനിക്കെന്തോ അധികം ഇഷ്ടമായില്ല. മോൾക്ക് അവിടെ നിന്ന് ഇഷ്ടമായൊക്കെ സാരിയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് വീഡിയോസിലൊക്കെ കാണിക്കുന്ന കേട്ടോ ഒരു പായസക്കട ഉണ്ടായിരുന്നേ. ആ പായസക്കടയിൽ കുറേ ദിവസമായിട്ട് പോകണം എന്ന് വെച്ചിരിക്കുകയായിരുന്നേ. ആപ്പിൾ പായസം ഉണ്ടെന്നൊക്കെ കണ്ടപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര കൊതിയായിട്ടിരിക്കുകയായിരുന്നേ. നമ്മൾ പോയപ്പം ആപ്പിൾ പായസവും അരിപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആപ്പിൾ പായസം നമ്മളെന്ന് പറയാൻ പറ്റില്ല, ഞാൻ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. മോൾക്ക് ഈ പായസത്തിനോടൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പം ഞാൻ മേടിച്ച് കുടിച്ചു. 40 രൂപയാണ് കേട്ടോ ഒരു ഗ്ലാസ്. ഇതെവിടെയാണെന്ന് വെച്ചാൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ നടയിലോട്ടാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നേ. അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ചു. ബോളിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ പായസമൊക്കെ കുടിച്ചിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു കടയിൽ കയറി കേട്ടോ. അപ്പം ആ കടയിൽ കയറിയപ്പോൾ അവിടുത്തെ രീതിയൊന്നും നമുക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ തിരിച്ചിറങ്ങി. സാരി നോക്കാനായിട്ടാണ് മോള് പറഞ്ഞ വെറൈറ്റി ആയിട്ട് നമ്മൾ ഈ പരസ്യത്തിലൊക്കെ ഈ ഫോണിലൊക്കെ കണ്ടതാണ് ആ ഷോപ്പ്. പക്ഷേ എന്തോ നമുക്ക് പോയപ്പോൾ അത് അത്ര തൃപ്തിയായില്ല. അവിടെ തന്നെ ഇറങ്ങിയിട്ട് നമ്മളിതാ ഇവിടെ കയറിയിട്ടുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന ഈ ഷോപ്പിലോട്ട് കയറി കേട്ടോ. ശ്രീ വെങ്കടേശ്വര എന്ന് പറഞ്ഞു. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. ആർക്കും കാണാനും പറ്റത്തില്ല. ഒരു ചെറിയൊരു ഇടവഴിയിലാണ് കേട്ടോ ഈ ഷോപ്പ് ഇരിക്കുന്നത്. അപ്പം ഈ പായസ കടയുടെ നേരെ ഓപ്പോസിറ്റാണ് ചെറിയൊരു ഇടവഴി. അവിടെ ആൾക്കാരൊക്കെ പുറത്ത് നിന്ന് വിളിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. അത്ര നല്ല രീതിയിൽ അവർ കെയർ ചെയ്യുന്നുണ്ട്. അവിടെ എടുത്ത് തരാനായിരുന്നാലും സെലക്ഷൻസ് ആണെങ്കിൽ പറയാൻ പറ്റത്തില്ല, അടിപൊളി സെലക്ഷൻസ് ആണ് കേട്ടോ. നല്ല തിരക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ബോർഡൊക്കെ ചെറുതായിട്ടാണ് വച്ചിരിക്കുന്നത്. ഈ ഷോപ്പിനെ എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ ഈ ഓണമൊക്കെ വരുമല്ലേ, ഉറപ്പായിട്ടും ആ ഷോപ്പിലൊന്ന് പോവേണ്ടതാണ് കേട്ടോ. നല്ല സൂപ്പർ കളക്ഷൻസും അവിടെ എടുത്ത് തരാനും ഒന്നും ഒരു മടിയില്ല. ഒരു നല്ല ഏജുള്ള ചേച്ചിമാരാണ്, എന്നിട്ടൊന്നും അവർക്ക് ഒരു പ്രശ്നമില്ല. അവരങ്ങ് ചാടി കയറിയൊക്കെ നമുക്ക് ഏത് വേണമെന്ന് പറഞ്ഞാൽ അത് എടുത്ത് തരാനായിട്ടായിരുന്നാലും ഒരു പ്രശ്നവുമില്ല. എനിക്ക് മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോ കുറച്ച് കൂടുതൽ തന്നെ നമ്മളെ എടുത്ത് കാണിക്കുകയാണ്. എല്ലാവരും ഒന്ന് പോയി നോക്കുക. ശ്രീ വെങ്കടേശ്വരയാണേ. പുറത്ത് തന്നെ ചേച്ചിമാരൊക്കെ നിന്നിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വിളിച്ചപ്പോൾ ഒന്ന് ജസ്റ്റ് കയറാൻ ഒരു മടി പിടിച്ചു. എന്നിട്ട് നമ്മളൊന്ന് കയറി നോക്കിയതാണ്. കയറിയപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ അവിടുന്ന് സാരിയൊക്കെ മോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഇപ്പം എല്ലാം ഈസ്റ്റ് വുഡിൽ തന്നെയാണ് കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലുള്ള ആ വരിയിലുള്ള കടകളാണ് കേട്ടോ. അവിടെയൊക്കെ ഒത്തിരി ചെരുപ്പും ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുപ്പിവെള്ളം. ഈ ഷോപ്പാണെങ്കിൽ ഈ തട്ട് വന്നിട്ട് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ നടയിലാണ് കേട്ടോ. എല്ലാം ആ കോട്ടയ്ക്കകത്ത് തന്നെയാണ് ഇത്രയും വരുന്ന എല്ലാ ഷോപ്പും. പക്ഷേ കുപ്പികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഓണമൊക്കെ വരുമല്ലേ, അപ്പം എല്ലാവർക്കും സെറ്റ് സാരിക്കൊക്കെ പറ്റിയ ഒത്തിരി കളക്ഷൻസാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ നല്ല വ്യക്തതയോടെ ഈ വളയൊക്കെ അപ്പം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഈ വളയപ്പം പോയാൽ കിട്ടുമല്ലോ, അപ്പം നിങ്ങളുടെ സാരിക്ക് മേച്ചുള്ള വളയാണെന്ന് തോന്നിയാൽ പോയി മേടിക്കുക കേട്ടോ. നമ്മുടെ അളവിന് തന്നെ ഇട്ടൊക്കെ നോക്കി മേടിക്കാം. മുന്നേ ഞാൻ ഇവിടെ പോയി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഷോപ്പ് എവിടെയാണെന്നൊക്കെ. അപ്പം എല്ലാവരും പോയി നോക്കുക കേട്ടോ, കുപ്പിവെള്ളം ഇഷ്ടമുള്ളവരൊക്കെ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓണമൊക്കെ വരുവാണ്. പുതിയ പുതിയ വീഡിയോസുകൾ എനിക്ക് ഒത്തിരി ഇടാനുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കറക്റ്റ് ലൊക്കേഷൻ കൊല്ലം സുപ്രീമിൻ്റെ നടയിലാണ് കേട്ടോ ഈ തട്ട്. പിന്നെ അവിടെ കോഓപ്പറേറ്റീവ് ബാങ്കൊക്കെ ഉണ്ട്, അതിൻ്റെ നടയിലായിട്ട് വരും. അപ്പം ആർക്കായാലും അത് പോയി പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു തട്ടാണ്. അത് കഴിഞ്ഞ് എൻ്റെ ചെറിക്കുട്ടിൻ്റെ 10 മാസത്തെ ഷൂട്ടായിരുന്നു കേട്ടോ. എൻ്റെ ചെറിക്കുട്ടിനെ എന്തൊക്കെ ആക്കിയതെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പം 10 മാസമായി, പെട്ടെന്ന് തന്നെ 10 മാസം പോയിട്ടുണ്ട്. ഇനി 2 മാസം കൂടിയുള്ള എൻ്റെ ചെറിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരാനായിട്ട്.
ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എൻ്റെ ചെറുക്കുട്ടനെ എന്ത് വേഷമാണ് കിട്ടുന്നത്. നമ്മൾ ഈ 10 മാസവും 10 രീതിയിലുള്ള ഓരോ രീതിയിൽ എൻ്റെ കുഞ്ഞിനെ ഓരോ വേഷമൊക്കെ കെട്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ചില വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് എൻ്റെ കുഞ്ഞിനെ 10 മാസത്തിൻ്റെ ഒരു ഷൂട്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം ചെയ്തതിൽ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. സബോളയും പിന്നെന്താ വെച്ചാൽ കിഴങ്ങുണ്ടല്ലോ, ഉരുളക്കിഴങ്ങില്ലേ, അതും കൂടി വെച്ചാണ് നമ്മൾ 10 ഉണ്ടാക്കിയത് കേട്ടോ. കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ, അത് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് 10 മാസത്തെ ഷൂട്ട് എടുക്കാനും കുറച്ച് വൈകിപ്പോയി. ഇനി ഒരു 11ാമത്തെ മാസം കൂടി എടുത്തു കഴിഞ്ഞാൽ 12ാമത്തെ മാസം ബർത്ത്ഡേ ആയി. അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. 1 വയസ്സൊക്കെ ആയി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എന്തുവാ ഇത്ര 10 മാസമൊക്കെ നമ്മൾ വളർത്തി എൻ്റെ കുഞ്ഞിനെ എടുത്തു. ഇനിയൊരു 2 മാസം കൂടി കഴിഞ്ഞാൽ 1 വയസ്സായി. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തൊക്കെ എടുത്ത് വെച്ചിരുന്ന കണ്ടു മനസ്സിലായല്ലോ. ചപ്പാത്തി ഉണ്ടല്ലോ, ചപ്പാത്തി പല വഴിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ഇതാണ്ട് ചെറിക്കുട്ടനാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടു. ഇനി ക്യാപ്പും കൂടെ വയ്ക്കണം കേട്ടോ. എൻ്റെ കുഞ്ഞ് ഷെഫായിട്ടാണ് കേട്ടോ ഒരുങ്ങിയത്. അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇഷ്ടമായുള്ളവരൊന്ന് പറയണം കേട്ടോ, ഒന്ന് കമൻറ്റ് ഇടണേ. എൻ്റെ ചെറിക്കുട്ടനെ ഇഷ്ടമായിട്ടുള്ളവർ. ചെറിക്കുട്ടനും പിന്നെ വീട്ടിലായിരുന്നാലും ഞാൻ ചപ്പാത്തിക്ക് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനെ പിച്ച് കളിക്കാനായിട്ട് വായിലൊന്നും വെക്കാത്തില്ല. അപ്പം അതിനെ എടുത്ത് കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അപ്പം കുഞ്ഞ് അതിനെ വെച്ച് പിച്ചിരുന്ന സമയത്ത് കുറേ ഫോട്ടോസൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, അങ്ങനെ തക്കാളി, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഷെഫായതുകൊണ്ട് അതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി ഷൂട്ടായിരുന്നു. എൻ്റെ ചെറിക്കുട്ടന് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഇഷ്ടമായി. എന്നുവെച്ചാൽ ഇതൊക്കെ അങ്ങ് കയ്യിൽ കൊടുത്തപ്പോൾ പിന്നെ എനിക്ക് പറയണ്ട, അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആദ്യം നമ്മൾ കരുതിയത് ചപ്പാത്തിക്ക് ഉരുട്ടത്തിലെ കുഴക്കത്തിലെ അതിനെ വെച്ച് 10 ഉണ്ടാക്കി. പക്ഷേ അത് വെച്ചിട്ട് വേസ്റ്റ് ആവത്തില്ലേ മാവ്, അതുകൊണ്ട് പിന്നെ അതിനെ മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു കേട്ടോ. ഉള്ളിയൊക്കെ വെച്ച് ചെയ്തായിരുന്നു. ഒരുപാട് സന്തോഷമായി ചെറുക്കുട്ടനും എനിക്കും മോക്കും ഒക്കെ ഒത്തിരി സന്തോഷമായി. ഷൂട്ടൊക്കെ അത് കഴിഞ്ഞ ശേഷം മണക്കാടുണ്ടല്ലോ, ഈവനിങ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ മീൻ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല പച്ച മീനൊക്കെ കിട്ടും കേട്ടോ അവിടെ. വൈകിട്ട് ഒരു ദിവസം അവിടെ പോയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഇപ്പോൾ ചെറിയ രീതിയിലൊന്ന് പെട്ടെന്ന് പോയി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കണവ കണ്ടിട്ട് കണവ മേടിച്ചു. കണവ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടി അത് ഉണ്ടാക്കി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ മണക്കാട് ഈവനിങ് മാർക്കറ്റിൽ പോയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ എൻ്റെ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി പുതിയ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. ഓണ സമയമൊക്കെയാണ്, എനിക്ക് ഒത്തിരി വീഡിയോസ് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.